നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ റോൾസ് തിയറവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് റോൾസ് തിയറത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ എന്നോണം മീൻ വാല്യൂ തിയറം. ഇതൊക്കെ നിങ്ങൾ 12ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് റോൾസ് തിയറത്തിൽ നിന്നും ഒരു കണ്ടീഷനെ മാറ്റിയെടുത്താൽ മീൻ വാല്യൂ തിയറമായി. ആദ്യത്തെ 2 കണ്ടീഷനും അതുപോലെ തന്നെയാണ്. നിങ്ങളെടുക്കുന്ന എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കണം ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ, നിങ്ങളെടുക്കുന്ന എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം ഓപ്പൺ ഇൻ്റർവെല്ലിൽ. അതേപോലെ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ റോൾസിൽ എന്തായിരുന്നു? നിങ്ങൾ എയും ബിയുമാണ് ഇൻ്റർവെൽ എടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തുല്യമായിരിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തുല്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം then there exists at least one value of c element open interval ab, ഓപ്പൺ ഇൻ്റർവെൽ ഇടയ്ക്കുണ്ടാകും, such that f dash c equal to, അവിടെ 0 എന്നായിരുന്നു, ഇവിടെ f dash c equal to f of b minus f of a by b minus a. f dash c equal to f of b minus f of a by b minus a എന്നാണ്. ഇതാണ് റോൾസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. റോൾസ് തിയറത്തിൻ്റെ പ്രൂഫ് ഒരിക്കൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രൂഫ് കൂടി നമ്മൾ പഠിക്കണം. അത് പ്രൂഫ് പറയുന്നതിന് വേണ്ടി ഞാനൊരു ഗ്രാഫ് വരച്ചിരിക്കുന്നു. നോക്കൂ, എക്സ് ആക്സിസും വൈ ആക്സിസും ഇതിലുണ്ട്. എൻ്റെ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫാണ്. ഇതാണ് എൻ്റെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി ഇവിടെയാണ് എ പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് ബി, വൈ വാല്യൂ ഇവിടെ ബി പോയിന്റ് ആണ്, കറസ്പോണ്ടിങ് വൈ വാല്യൂ എഫ് ഓഫ് ബി ഇവിടെയാണ്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഡിഫറൻ്റ് ആണ്. ഇത് 2 ആണെങ്കിൽ ഇത് 12 ആണ്. മനസ്സിലാവുന്നതിൻ്റെ വ്യത്യാസമാണ്. ഇനി നോക്കൂ, ഈ ഒരു പോയിന്റ് ഞാൻ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റും ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പോയിന്റും എടുത്താൽ ക്യാപിറ്റൽ എ കോമ എഫ് ഓഫ് എ എന്ന് എഴുതാം, ക്യാപിറ്റൽ ബി കോമ എഫ് ഓഫ് ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒരു കർവിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രാഫിൻ്റെ 2 ലൈനുകളിൽ അല്ലെങ്കിൽ ഒരു കർവിൻ്റെ 2 പോയിന്റുകളിൽ തമ്മിൽ തട്ടി കടന്നു പോകുന്ന അല്ലെങ്കിൽ 2 ലൈനുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈനാണ് നമ്മൾ സീക്കൻഡ് എന്ന് പറയുക. therefore ഇക്വേഷൻ ഓഫ് സീക്കൻഡ് എ ബി എങ്ങനെ വരിക? നമുക്കറിയാം x1 y1ഉം x2 y2ഉമാണ് മീൻസ് സീക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ എങ്കിൽ അവ ജോയിൻ ചെയ്യുന്നതിനെ നമ്മൾ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്നാണ് എഴുതുക. ശരിയാണല്ലോ? ദാറ്റ് ഈസ് എന്താ എഴുതുക? y മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? എഫ് ഓഫ് എ ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ശരിയാണല്ലോ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് എ എന്നാണ്. x1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ്. ഇതാണ് സീക്വൻറ്റിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് y എന്ത് കിട്ടും? y ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് എഫ് ഓഫ് എ എന്ന് കിട്ടും. മൈനസ് എഫ് ഓഫ് എ പോകുമ്പോൾ പ്ലസ് ഓഫ് എ. ഇതെന്ന് പറഞ്ഞാൽ സീക്കൻഡിൻ്റെ വൈ ആണ്. എന്ന് പറഞ്ഞാൽ സീക്കൻഡിലെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ വൈ വാല്യൂ എന്താണെന്ന് അറിയാനാണിത്. ഇത് സീക്കൻഡിൻ്റെ വൈ ആണ്. എന്നാൽ നോക്കൂ, നമ്മുടെ കെർവിന് ഒരു വൈ ഉണ്ട്, എഫ് ഓഫ് എക്സ് അല്ലേ? കെർവിലെ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സപ്പോസ് നോക്കൂ, എക്സ് ഈക്വൽ ടു എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള വില 3 എന്ന് വെച്ചു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ തരുന്ന വൈ വാല്യൂ ഇതും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെർവ് തരുന്ന വൈ വാല്യൂ ഇതുമാണ് അല്ലേ? അപ്പോൾ നോക്കൂ, ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ വൈ വാല്യൂവിൻ്റെ വ്യത്യാസം കണ്ടോ? അതാണല്ലോ സീക്കൻഡും ഈ കെർവും തമ്മിലുള്ള ഹൈറ്റ്. അതാണ് ഇവിടെ ഇത്രയും. ഇവിടെ വരുമ്പോൾ ഇത്രയാവും, ഇവിടെ വരുമ്പോൾ ഇത്രയാവും, ഇവിടെ വരുമ്പോൾ ഇത്രയാവും, ഇവിടെ വരുമ്പോൾ ഇത്രയാവും. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഹൈറ്റിനെയാണ്. കൺസിഡർ the height h of x between the curve and the secant. കർവും സീക്കൻഡ് തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം നമ്മൾ നോക്കാം എങ്ങനെയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൈറ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാനാണ് അല്ലേ? ഹൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? നോക്കൂ, ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ സീക്കൻഡ് എ ബിയും ഈ കർവും തമ്മിലുള്ള വൈകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 3 ആണ് നിങ്ങൾ വില എടുക്കുന്നത് എന്ന് വെക്കുക. ഇവിടെ നിങ്ങൾ 3 എന്ന് പറയുന്ന വിലയാണ് എടുക്കുന്നതെങ്കിൽ 3ക്ക് നമ്മുടെ സീക്കൻഡ് തരുന്ന വൈ ഇതാണ്. അതേസമയം കർവ് തരുന്ന വൈ ഇവിടം വരെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുക? എച്ച് ഓഫ് എക്സ്, ഹൈറ്റ് എന്ന് പറയുക. അത് ഇവിടെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വരും, ഇവിടെയാണെങ്കിൽ ഇവിടെ വരും, ഇവിടെയാണെങ്കിൽ ഈ ചെറുത് വരും. അപ്പം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കർവും ഈ എ ബി സീക്കൻഡും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ പറയുന്നു, നോക്കൂ, ഇതെൻ്റെ സീക്കൻഡിൻ്റെ വൈ ആണ്. ഞാൻ നേരത്തെ കണ്ടുപിടിച്ചതാണ് സീക്കൻഡ് ഇക്വേഷൻ. അവിടെ നിൽക്കട്ടെ, വൈ സീക്കൻഡ് ആണ്, വൈ നോക്കുക. അപ്പോൾ ഇത് ഹൈറ്റ് ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് വൈ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർവിൻ്റെ വൈ, അതായത് കർവിലേക്ക് കിട്ടുന്ന വൈയും മൈനസ് വൈ എന്ന് പറയുന്നത് സീക്കൻഡിൻ്റെ വൈ, അതായത് ഈ കിടക്കുന്ന ആളുമാണ് സീക്കൻഡിൻ്റെ വൈ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സീക്കൻഡിൻ്റെ വൈ. അത് നമ്മൾ കണ്ടുപിടിച്ചു ഇക്വേഷൻ, അതെടുത്ത് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എ ഞാൻ ആദ്യം എഴുതിയെന്നേ ഉള്ളൂ, തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ, സെയിം ആണ്. നോക്കൂ, ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവുക.
എച്ച് ഓഫ് എക്സിനെ ഞാൻ റോൾസ് തിയറത്തിലേക്ക് കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം കണ്ടിന്യൂസ് ആയിരിക്കണം. നോക്കൂ, ഹൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലേ? ഇവിടുന്ന് തുടങ്ങുന്ന ഹൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഹൈറ്റ് മാറി 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 കണ്ടിന്യൂസ് ഹൈറ്റ് ഉണ്ടല്ലോ. ഇവിടുന്ന് അവിടം വരെയും എ മുതൽ ബി വരെയും ഇതിനിടയ്ക്ക് ഹൈറ്റ് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പറയാം ഹിയർ എച്ച് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എച്ച് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണല്ലോ. എച്ച് ഓഫ് എക്സ് എന്താണ്? അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ എടുക്കുന്ന എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്നാണ്. അതേപോലെ സീക്കൻഡ് നോക്കൂ, എ ടു ബി ദ സ്ട്രെയിറ്റ് ലൈൻ കണ്ടിന്യൂസ് ആ, ഇവർ മൈനസ് ചെയ്യുന്ന ആളും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം ഹിയർ എച്ച് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി. കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. രണ്ടാമത് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, എച്ച് ഡാഷ് എക്സ് ഈക്വൽ ടു നോക്കൂ എഫ് ഡാഷ് എക്സ് മൈനസ് എഫ് ഓഫ് എ കോൺസ്റ്റൻ്റ് ആണ് 0 പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എക്സിൻ്റെത് 1 മൈനസ് 0 എന്നാകും. ശരിയല്ലേ? എന്ന് പറയുമ്പോൾ എന്താ വരിക, എഫ് ഡാഷ് എക്സ് മൈനസ് 0 മാറുമ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു 1 ദാറ്റ് ഈസ് മൈനസ് ബൈ ബി മൈനസ് എ എന്ന് വരും. ഇവിടെ 1 ആകുമ്പോൾ ഇത് 0 ആകുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് എച്ച് ഡാഷ് എക്സ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എച്ച് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് എച്ച് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. എച്ച് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി. രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത് റോൾസ് തിയറം പറയുന്ന കണ്ടീഷൻ എന്താ, തേർഡ് കണ്ടീഷൻ എന്താ? റോൾസ് തിയറത്തിൻ്റെ തേർഡ് കണ്ടീഷൻ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തുല്യമാകണം. ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് ആരാ, എച്ച് അല്ലേ? നിങ്ങൾ നോക്കൂ, എച്ച് ഓഫ് എ. എച്ച് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ എന്ന് പറയുന്ന പോയിന്റിലെ ഹൈറ്റ് വ്യത്യാസം, എ എന്ന് പറയുന്ന പോയിന്റ് ക്യാപിറ്റൽ എ ആണ്. അവിടെ കർവും എഫ് ഓഫ് എക്സും അല്ലെങ്കിൽ സീക്കൻഡും കർവും തമ്മിൽ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ 0 ആണ്, വ്യത്യാസമില്ല. എച്ച് ഓഫ് ബിയിലോ നിങ്ങൾ നോക്കൂ, ക്യാപിറ്റൽ ബി പോയിന്റ് ആണ്. അവിടെ സീക്കൻഡും കർവും തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ല, കാരണം രണ്ട് സെയിം പോയിന്റ് ആണ്. അപ്പോൾ എച്ച് ഓഫ് എയും എച്ച് ഓഫ് ബിയും തുല്യമായി. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനായ എച്ച് ഓഫ് എയും എച്ച് ഓഫ് ബിയും തുല്യമായി. കാരണം എ പോയിന്റിൽ ഹൈറ്റ് 0 ആണ്, ബി പോയിന്റിലും ഹൈറ്റ് 0 ആണ്, നമുക്കറിയാം. അങ്ങനെ 3 കണ്ടീഷനും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു. ഇങ്ങനെ റോൾസ് തിയറത്തിന്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഈ ഹൈറ്റ് ഫംഗ്ഷന് എയ്ക്കും ബിക്കും ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് സി ഉണ്ടാകും. അവിടെ എഫ് ഡാഷ് സി 0 ആയിരിക്കുമെന്നല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഹൈറ്റ് ഫംഗ്ഷൻ നമ്മൾ ഹൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കർവിന്റെ എഫ് ഓഫ് എക്സും സീക്കൻഡിന്റെ വൈയും, സീക്കൻഡിന്റെ വൈ സീക്കൻഡ് എഫ് ഓഫ് എക്സ്, സീക്കൻഡ് വൈയും കർവും തമ്മിലുള്ള ഡിഫറൻസിനെ ഹൈറ്റ് എന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസുകളെ ഹൈറ്റ് എന്ന് എടുത്തു. ആ ഹൈറ്റിനെ എടുത്ത് റോൾസ് തിയറം അപ്ലൈ ചെയ്യുന്നു. കണ്ടിന്യൂസ് ആണ്, നമുക്കറിയാം. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, സീക്കൻഡും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ മൈനസ് ചെയ്യുന്നതും കണ്ടിന്യൂസ് ആണ്. അതേപോലെ രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി, ഡിഫറൻഷ്യബിൾ ആയി. മൂന്നാമത്തെ കണ്ടീഷനായ എൻ പോയിന്റുകൾ സെയിം ആയി, എച്ച് ഓഫ് എ എച്ച് ഓഫ് ബിയും 0 ആയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് റോൾസ് തിയറം അപ്ലൈ ചെയ്യും. ശരിയാണല്ലോ? ആ റോൾസ് തിയറം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, ശ്രദ്ധിക്കുക. നോക്കൂ, അന്നേരം നമ്മൾ ഹൈറ്റ് ഫംഗ്ഷൻ എഴുതി ഇങ്ങനെയായിരുന്നു, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഇതായിരുന്നു നമ്മുടെ ഹൈറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, എച്ച് ഓഫ് എയും എച്ച് ഓഫ് ബിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബൈ റോൾസ് തിയറം നമുക്ക് എന്ത് പറയാം, ദെൻ ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 വാല്യൂ ഓഫ് സി എലമെൻറ്റ് എ ബി സച്ച് ദാറ്റ് എച്ച് ഡാഷ് സി ഈക്വൽ ടു 0. കാരണം എച്ച് ഓഫ് എക്സ് ആണ് റോൾസ് തിയറം ഒബേ ചെയ്തത്, അതുകൊണ്ട് എച്ച് ഡാഷ് സി ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി നിങ്ങൾ നോക്കൂ, എച്ച് ഓഫ് എക്സ് ഇതല്ലേ, അപ്പോൾ എച്ച് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്തുവരും, എച്ച് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് മൈനസ് എഫ് ഓഫ് എ കോൺസ്റ്റൻ്റ് ആണ് 0 പ്ലസ് ഇയാൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക എക്സിൻ്റെ കൂടെ, അപ്പോൾ അതേ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എ ഇടത് 0. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു 1 എന്ന് വരും. മനസ്സിലാവുന്നല്ലോ? ദെർഫോർ എന്താ കിട്ടുക, എച്ച് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് മൈനസ് ഇയാൾ മാത്രം വരും, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇനി നമ്മളെടുത്ത് റോൾസ് തിയറം പറയുന്നത് എച്ച് ഡാഷ് സി 0 ആണെന്നാണ്. അപ്പോൾ നമ്മൾ എക്സിന് സി കൊടുക്കുമ്പോൾ നമുക്ക് എഴുതാം എച്ച് ഡാഷ് സി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സി കൊടുക്കുമ്പോൾ എഫ് ഡാഷ് സി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ശരിയാണല്ലോ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0. നോക്കൂ, ഈ മൈനസ് അങ്ങ് അപ്പുറം പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. എഫ് ഡാഷ് സി ഈക്വൽ ടു ഇത് തന്നെയല്ലേ അവസാനം പറയുന്നത്, ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 വാല്യൂ ഓഫ് സി സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇങ്ങനെയാണ് മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പ്രൂഫ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ പറയണം കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഓൺ ദ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് ഡിഫൈൻഡ് ദ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് എഴുതിയിട്ട് ഈ ഫിഗർ വരയ്ക്കുക, കറക്റ്റായിട്ട് ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ച ശേഷം നോക്കൂ, ഇതൊന്നും വേണ്ട, 3യും ഈ ഹൈറ്റുകളൊന്നും വേണ്ട, ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുക. ഫിഗർ കറക്റ്റായിട്ട് വരച്ച ശേഷം
ഫിഗർ കറക്റ്റായിട്ട് വരച്ചിട്ട് നമ്മളെ ഫ്രം ദ ഫിഗർ നമ്മൾ സീക്കൻഡിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, സീക്കൻഡിൽ നിന്ന് y കണ്ടുപിടിക്കുന്നു, എന്നിട്ട് കർവിനൊരു y ഉണ്ട്, അതിനുശേഷം ഹൈറ്റ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു, അത് കണ്ടിന്യൂസ് ആണെന്നും ഡിഫറൻഷ്യബിൾ ആണെന്നും അതിൻ്റെ n പോയിന്റുകളിൽ h ഓഫ് എയും h ഓഫ് ബിയും തുല്യമാണ് 0 ആണെന്നും പറയുന്നു. റോൾസ് തിയറം അതിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്, ചെയ്ത് പഠിക്കുക, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റില്ല, എഴുതി പഠിക്കുക, ശ്രദ്ധിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ചെയ്ത് നോക്കാം. മീൻ വാല്യൂ തിയറവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 2x ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,1/2. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ മീൻ വാല്യൂ തിയറമാണ് വെരിഫൈ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ നോക്കുക, അയാൾ പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ പറയുന്നു സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, റോൾസ് തിയറം പോലെയാണ്, പോളിനോമിയൽ ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, on closed interval 0,1/2, on closed interval 0,1/2. രണ്ടാമത് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² മൈനസ് 6x പ്ലസ് 2 എന്ന് വരും. ശരിയാണല്ലോ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ 0,1/2. ഇനി മൂന്നാമത് നമ്മൾ കണ്ടീഷൻ ഒന്നുമില്ല എങ്കിലും നിങ്ങൾ മൂന്നാമത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണുക. എഫ് ഓഫ് 0, എഫ് ഓഫ് ഹാഫ്. എഫ് ഓഫ് 0 കൊടുക്കുമ്പോൾ ഫുള്ള് 0 ആയി പോകും. ഹാഫ് കൊടുക്കുമ്പോൾ 1/2 ക്യൂബ് 1/8 മൈനസ് 3/4 പ്ലസ് 1 എന്ന് വരും. 2 × 1/2 1, ദാറ്റ് ഈസ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/8 മൈനസ് 6/8 പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 5/8 പ്ലസ് 1 ഈക്വൽ ടു 3/8 എന്നാണ് കിട്ടുക. ഈക്വൽ ടു 3/8 എന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തുല്യമല്ല, നമുക്കതൊരു പ്രശ്നമല്ല. നമ്മൾ എഴുതുന്നു then there exists at least one value of c, such that f dash c equal to f of b minus f of a by b minus a. f dash c എന്ന് പറഞ്ഞാൽ ആരാണ്? 3c² minus 6c plus 2 equal to f of b 3/8 minus 0/1/2 minus 0. That is equal to നമുക്ക് എന്തെന്നാ കിട്ടുക? 3c² minus 6c plus 2 equal to ഇത് മേളിൽ പോകുമ്പോൾ 3/4 എന്ന് കിട്ടും. ശരിയാണല്ലോ. 4 കൊണ്ട് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 12c² minus 24c plus 8 equal to 3. That is equal to 12c² minus 24c plus 5 equal to 0 എന്ന് കിട്ടും. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇയാളെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വിലകൾ കിട്ടും. നോക്കാം. അപ്പോൾ നമുക്ക് 12c² മൈനസ് 24c പ്ലസ് 5 ഈക്വൽ ടു 0 എന്നാണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെയർഫോർ c ഈക്വൽ ടു മൈനസ് b 24 പ്ലസ് ഓർ മൈനസ് 24ൻ്റെ സ്ക്വയർ മൈനസ് 4 × 12 × 5/2 × 12 ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.76 ഓർ 0.24 എന്ന് പറയുന്ന രണ്ട് ഡെസിമൽ വാല്യൂസ് ആണ് കിട്ടുക. 1.76 ഓർ 0 കാൽക്കുലേറ്റ് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇൻ്റർവെൽ 0,1/2 ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളുടെ ഏത് വില ഇതിനകത്തേക്കുള്ളത് 0.24. ദെയർഫോർ നമ്മളെടുക്കും c ഈക്വൽ ടു 0.24 എലമെൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽ 0,1/2 and hence mean value theorem is verified. ഇങ്ങനെയാണ് വെരിഫൈ. നോക്കൂ, നമുക്ക് കിട്ടുന്ന എല്ലാ വിലകളും വേണമെന്നില്ല, അതിലൊരാളെങ്കിലും അതിലുണ്ടായാൽ മതി ആ ഇൻ്റർവെലിനിടയ്ക്കൊണ്ട്. അതുകൊണ്ട് മീൻ വാല്യൂ ഇനി കിട്ടുന്ന രണ്ട് വിലയും ഇതിന് പുറത്താണെങ്കിൽ മീൻ വാല്യൂ തിയറം ഈസ് നോട്ട് വെരിഫൈഡ് എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുക. മീൻ വാല്യൂ തിയറമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ln(x) ഇൻ ക്ലോസ് ടു 1, e എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇക്ക് വിലയുണ്ട് 2.1828 എന്നുള്ള വിലയുള്ള കോൺസ്റ്റൻ്റ് ആണ് 1, e. അപ്പോൾ നോക്കൂ, ഒന്നാമത് നമുക്ക് പറയാം ഹിയർ സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് logarithm, f of x is a logarithmic function, so it is continuous. logarithmic function എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അതിന് നമ്മൾ പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും കണ്ട് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് 1, e. ലോഗരിതം പോസിറ്റീവ് വാല്യൂകൾക്ക് കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം ഇവിടെ പോസിറ്റീവ് വിലയാണല്ലോ, നെഗറ്റീവിൽ ലോഗരിതം ഇല്ല, പോസിറ്റീവ് വിലകൾക്ക്. അപ്പോൾ പോസിറ്റീവ് വിലയെ തരുള്ളൂ. രണ്ട്, നിങ്ങൾക്കറിയാം എഫ് ഡാഷ് എക്സ് എടുക്കാം, ln(x)ൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുമല്ലോ, 1/x ഉണ്ട്. Therefore f of x is differentiable on open interval 1, e. ഇനി മൂന്നാമത് നമുക്കറിയാവുന്നത് എഫ് ഓഫ് 1ഉം എഫ് ഓഫ് ഇയും കാണുക. നോക്കൂ, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ln(1),
ln1 ലോഗരിതം ഓഫ് 1 ഈസ് 0. നൗ ln e എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓർത്തുകൊള്ളുക ln1 0 ln e 1 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? therefore there exists at least one value of c. There exists at least one value of c element open interval 1 comma e such that f dash c equal to f of b minus f of a by b minus a. f dash c എന്ന് പറഞ്ഞാൽ x ന് പകരം 1 by x ന് പകരം 1 by c equal to f of b എന്ന് പറഞ്ഞാൽ 1 minus 0 by e minus 1 b minus a 1 minus 0 by e minus. Therefore 1 by c equal to 1 by e minus 1. നമുക്ക് എന്ത് കിട്ടും? സിയുടെ വില e മൈനസ് 1 എന്ന് കിട്ടും. നോക്കൂ, ഇയുടെ വില 2.1828 എന്നാണ്. അതിൽ നിന്ന് 1 കുറഞ്ഞാൽ 1.1828 ആകും. 1.1828 ഒന്നിനും 2.18നും ഇടയ്ക്കാണല്ലോ ആണ്. therefore c equal to e minus 1 element 1 comma e. e minus 1നും ഇക്ക് ഇടയ്ക്കാണ്. hence mean value theorem is verified. hence mean value theorem is. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് മീൻ വാല്യൂ തിയറം ഷോ ദാറ്റ് ദ ലോഗരിതമിക് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ദ ഇനിക്വാളിറ്റി 1 minus 1 by x ലെസ് ദാൻ ln x ലെസ് ദാൻ x minus 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് മീൻ വാല്യൂ തിയറം ഉപയോഗിച്ച് നിങ്ങൾ തെളിയിക്കണം ലോഗരിതമിക് ഫംഗ്ഷൻ ഈ രണ്ട് ഇനിക്വാളിറ്റിക്ക് ഇടയ്ക്ക് വരും എന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു, നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ മീൻ വാല്യൂ തിയറം എടുക്കുന്നു. നമ്മൾ f of x ഈക്വൽ ടു ln x നേരത്തെ ചെയ്തതാണ്. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി എന്ന് എടുക്കുന്നു. നമുക്കറിയില്ലല്ലോ ഇൻ്റർവെൽ ഏതാണെന്നൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ജനറലായി എ ബി എന്ന് എടുക്കുന്നു. therefore നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി ആണല്ലോ. രണ്ടും കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? then there exists at least one value of c, at least one value of c such that f dash c equal to f of b minus f of a by b minus a by mean value theorem. ശരിയാണല്ലോ? വേണമെങ്കിൽ ബ്രാക്കറ്റിൽ by mvt mean value theorem വെച്ച് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ നോക്കൂ, എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ln x ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 1 by x അല്ലേ? അപ്പോൾ 1 by c ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ln b മൈനസ് എഫ് ഓഫ് എ ln a by b മൈനസ് എ എന്ന് വരും. ശരിയാണല്ലോ? നിങ്ങൾ നോക്കൂ, 1 by c ഈക്വൽ ടു ln b മൈനസ് എ ഈസ് ln b by a. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടിയാണത്. by b മൈനസ് എ എന്ന് കൊടുക്കാം. ശരിയാണല്ലോ? അപ്പോൾ ഇതാണ് മീൻ വാല്യൂ തിയറത്തിൽ നമുക്ക് ഇതിൽ നിന്ന് സി കണ്ടുപിടിക്കാം. നമുക്ക് സി വേണ്ട, ഇനിക്വാളിറ്റി ഇതിനിടയ്ക്ക് വരുമെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കാം, നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 1 by c ഈക്വൽ ടു ln b by a by b മൈനസ് എ എന്നാണ്. ഇനി നമുക്കറിയാം എക്സ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി ആണ്. ശരിയല്ലേ? കാരണം നമുക്കറിയാവുന്നത് സി എന്ന് പറയുന്ന ആള് സി എലമെന്റ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണ്. എ ബിക്ക് ഇടയ്ക്കായിരിക്കും സി, എയ്ക്കും ബിക്കും ഇടയ്ക്കായിരിക്കും സി. ബട്ട് എയും ബിയും സിയും എല്ലാം 0യേക്കാൾ വലുതാണ്, കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടെ എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി എടുക്കുന്നു. ഇനി ഞാൻ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 by a ഇനിക്വാളിറ്റി അന്നേരം എന്താകും? തിരിഞ്ഞു വരും. സി ഗ്രേറ്റർ ദാൻ 1 by b എന്നാവും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എല്ലാം ഇപ്പോഴും ഇനിക്വാളിറ്റി തിരിയും. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനിക്വാളിറ്റി തിരിയും. ഇനി നമുക്ക് 1 by c ക്ക് പകരം നമുക്ക് ഈ വാല്യൂ കൊടുക്കുമ്പോൾ 1 by a ഗ്രേറ്റർ ദാൻ ln b by a by b minus a. 1 by c യുടെ വില നമ്മൾ കൊടുക്കുന്നു ഗ്രേറ്റർ ദാൻ 1 by b എന്നാവും. ശരിയാണല്ലോ? 1 by c ക്ക് പകരം അത് കൊടുക്കുമ്പോൾ ഇനി മൊത്തത്തിലൊരു b മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ b മൈനസ് എ ബൈ എ ഗ്രേറ്റർ ദാൻ ln b by a ഗ്രേറ്റർ ദാൻ b മൈനസ് എ ബൈ ബി എന്നാകും. ശരിയാണല്ലോ? നമുക്ക് നോക്കൂ, ഇനിക്വാളിറ്റി തിരിഞ്ഞാണ് വേണ്ടത്, അതുകൊണ്ട് ഇയാളെ അങ്ങ് തിരിക്കാം. നേരെ തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ b മൈനസ് എ ബൈ ബി ലെസ് ദാൻ ln b by a ലെസ് ദാൻ ബി മൈനസ് എ ബൈ എ എന്നാകും. ഈ ആളെ ജസ്റ്റ് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് കിടന്ന ആളെ തിരിച്ച് അങ്ങോട്ട് എഴുതി, അത്രേ ഉള്ളൂ. ഇയാൾ ഇവിടെ എഴുതി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇനി സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 മൈനസ് എ ബൈ ബി. ശരിയാണല്ലോ? ബി കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ln ബി ബൈ എ ലെസ് ദാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി മൈനസ് എ മൈനസ് 1 എന്ന്, ബി ബൈ എ മൈനസ് 1 എന്ന് വരും. ശരിയാണല്ലോ? നിങ്ങൾ നോക്കൂ, ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ln എക്സിൻ്റെ സ്ഥാനത്താണ് ln ബി ബൈ എ കിടക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്നു പുട്ട് ബി ബൈ എ ഈക്വൽ ടു എക്സ്. ബി ബൈ എക്ക് ഞാൻ എക്സ് എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് ഉത്തരമാണ് കിട്ടുക? വളരെ എളുപ്പമാണ്. ബി ബൈ എക്ക് എക്സ് എന്ന് കൊടുത്താൽ എ ബൈ ബി 1 by x ആവില്ലേ? അപ്പോൾ 1 മൈനസ് 1 by x ലെസ് ദാൻ ln എക്സ് ലെസ് ദാൻ എക്സ് മൈനസ് 1 എന്ന്
വരും. നോക്കൂ, ബി ബൈ എ എക്സ് ആകുമ്പോൾ എ ബൈ ബി 1/x ആകും. അപ്പോൾ 1 - 1/x ലെസ് ദാൻ ln x ലെസ് ദാൻ x മൈനസ് 1 എന്ന് വരും. കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് നേരത്തെ അറിയാം. ഇങ്ങനെയാണ് റോൾസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെരിഫൈ മീൻസ് ഷോ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇനിക്വാളിറ്റി തിരിയുമ്പോൾ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി തിരിയുന്നുള്ള കാര്യവും പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി മൈനസ് ഒക്കെ എക്സ് കൊടുക്കണമെന്നുള്ള കാര്യം ഓർക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ മീൻ വാല്യൂ തിയറം വരെയാണ് നമ്മുടെ ആ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമുക്കുള്ളത്. അങ്ങനെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഈ മീൻ വാല്യൂ തിയറം, അതിൻ്റെ പ്രൂഫ്, കണക്കുകൾ, പിന്നീട് നമ്മൾ പഠിച്ച കർവേച്ചറുകൾ, സ്പെഷ്യൽ പോയിന്റുകളെല്ലാം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു മൊഡ്യൂളാണ് ഡിഫറൻസിയേഷൻ. ബട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിവേ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ, ലെബനീസ് തിയറം മറ്റുമൊക്കെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ശ്രദ്ധിച്ച് ചെയ്യുക.